സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മതി വിലോകമാതാവേ ശരണമയ്യപ്പ. മണികണ്ഠസ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ മയിലക്കൊട്ടുത്തമ്മന എം.എൻ. രജികുമാർ നീലകണ്ഠൻ നമ്പൂതിരി, മുൻ മാളികപ്പുറം മേൽശാന്തി. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. പരീക്ഷാകാലമാണ്. കുട്ടികൾക്കൊക്കെ നല്ല പഠിക്കാനും കഴിവുണ്ടാകാനും വേണ്ടി പഠിക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിന് ഒരു ശക്തി കിട്ടാനും നമുക്ക് നല്ല രീതിയിൽ നല്ല ശ്രദ്ധ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രത്തിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. സരസ്വതി ദേവിയുടെ മന്ത്രത്തിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ മന്ത്രം ജപിക്കാം. മന്ത്രം ജപിക്കുന്നത് ഒരു തരം, അതുകൂടാതെ എഴുതി ജപിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള ഒന്നാണ്. അതായത് ലിഖിത മന്ത്രജപം. അങ്ങനെ ജപിക്കുമ്പോൾ നമ്മൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അത് എഴുതുക കൂടി ചെയ്യുമ്പോൾ ഓർമ്മക്കുറവുണ്ടെങ്കിൽ തന്നെ അതിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാനും ഓർമ്മ കിട്ടാനും ഒക്കെ വളരെ ഉപകാരപ്പെടും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ലിഖിത മന്ത്രജപം വളരെ ഉത്തമമാണ്. ഞാൻ ഈ പറയുന്ന മന്ത്രം സരസ്വതി ദേവിയുടെ മന്ത്രം ഒരു 21 പ്രാവശ്യം ദിവസവും രാവിലെ ജപിച്ചാൽ നല്ല ഓർമ്മശക്തി ഉണ്ടാവാനും ബുദ്ധിശക്തി ഉണ്ടാവാനും അതുപോലെ പരമാവധി ശ്രദ്ധയുണ്ടാവാനും ഒക്കെ ഉത്തമമായ ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഈ മന്ത്രം വളരെ ഉപകാരപ്രദമാവട്ടെ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ ശ്രദ്ധക്കുറവുള്ളവർക്കൊക്കെ ഈ മന്ത്രം ജപിച്ച് ദിവസവും എഴുതുക കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടും. മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് മനസ്സ് നമ്മുടെ ശുദ്ധമാകും. അപ്പോൾ നമുക്ക് നല്ല ചിന്തകളും നല്ല വഴികളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഈ പരമാവധി എല്ലാവരും ഒരു 21 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുക. മന്ത്രം ഇപ്രകാരമാണ്: ഓം സരസ്വതിയെ വിദ്മഹേ ബ്രഹ്മപുത്രിയെ ധീമഹി തന്നോ സരസ്വതി പ്രചോദയാൽ. ഓം സരസ്വതിയെ വിദ്മഹേ ബ്രഹ്മപുത്രിയെ ധീമഹി തന്നോ സരസ്വതി പ്രചോദയാൽ. இன்னைக்கு நம்ம சொல்ல போன மந்திரம் என்றது ஒரு மந்திரம் தான். இப்போது எல்லா பிள்ளைகளுக்கு எல்லாமே எக்ஸாம் வர போன டைம். அப்போது இந்த டைமுக்கு நல்ல கான்சன்ட்ரேஷன் கிடைக்கிறதுக்கும் நல்லபடியாக படிக்கிறதுக்கும் மனசுக்குள்ள நெகட்டிவ் தாட்ஸ் எல்லாம் மாதிரி நல்லபடியாக நல்ல சிந்தை வர்றதுக்கு எல்லாமே இந்த மந்திரம் ஜெபம் பண்ணுறது ரொம்ப முக்கியம். இந்த மந்திரம் எழுதி அந்த மந்திரம் ஜெபம் பண்ணுறது ரொம்ப முக்கியம். அப்போ நல்ல கான்சன்ட்ரேஷன் கிடைக்கிறதுக்கு அது ரொம்ப முக்கியமான ஒன்று. அந்த மந்திரம் எழுதும்போது அந்த மந்திரம் எழுதிட்டு அந்த மந்திரம் ஜெபம் பண்ணும்பொழுது ரொம்ப முக்கியம், நல்லதாக இருக்கும். அப்போ எல்லாருமே ஒரு 21 வாட்டி இந்த சரஸ்வதி அம்பாளோட இந்த மந்திரம் ஜெபம் பண்ணிடுங்க. அந்த மந்திரம் இப்படி தான்: ஓம் சரஸ்வதியே வித்மஹே பிரம்மபுத்ரியே தீமஹி தன்னோ சரஸ்வதி பிரச்சோதயாத். இந்த மந்திரம் ஒரு 21 வாட்டி எழுதி ஜெபம் பண்ணுங்க. காலையில் எழும்பி சுத்தமாக குளித்து சுத்தமாகி வந்து ஒரு விளக்கேற்றி வச்சுட்டு இங்கே இந்த மந்திரம் डेली जपम பண்ணுங்க. आज हम बात करते हैं, सभी बच्चों को एग्ज़ाम किया आते हैं, बच्चों की नहीं सादे आदमियों को ये मंत्र जपम करना अच्छा है, क्योंकि कंसंट्रेशन अच्छा मिलेगा, श्रद्धा मिलेगा. हमको मन में थोड़ा कुछ नेगेटिव है वो सब निकल जाएगा. वो पढ़ने में भी अच्छा है. ये मंत्र ऐसा है, माता सरस्वती माता का मंत्र है. ये मंत्र है: ओम सरस्वती विद्महे ब्रह्मपुत्रे धीमहि तन्नो सरस्वती प्रचोदयात्. ओम सरस्वती विद्महे ब्रह्मपुत्रे धीमहि तन्नो सरस्वती प्रचोदयात्. ऐसे ही मंत्र 21 टाइम में जपम कर दो. और लिखने भी अच्छा है. ये मंत्र लिखना और उसके साथ जपम करना बहुत अच्छा है. सभी ये मंत्र जपम कीजिए. मन में अच्छा चिंता आने के लिए बहुत अच्छा है ये मंत्र. स्वामी शरणमय्यप्पा. माळियप्रथम लोकमातावे शरणमय्यप्पा.